എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും അവൾ നൃത്തം പരിശീലിച്ചു. കലാക്ഷേത്രയിലെ നൃത്തോത്സവത്തിന് ഒരാഴ്ച മുമ്പ് തൃക്കോട്ടൂർ അമ്പലത്തിലെ കഥകളിക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം അവൾ വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. മനസ്സ് മടിച്ചാണെങ്കിലും കഥകളിയോടുള്ള ഭ്രമം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. മഴ പെയ്തുകൊണ്ടിരുന്ന ആ രാത്രിയിൽ വഴിക്ക് വെച്ച് വണ്ടി കേടായി. വണ്ടി ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ കണ്ടത് എൻ്റെ കിടപ്പറയിൽ കിടക്കുന്ന എൻ്റെ ഭാര്യയും അവളുടെ കാമുകനെയുമായിരുന്നു. ഞാനല്ലാതായി. ഒടുവിൽ ഞാൻ സമ്മാനിച്ച സ്വർണ്ണ ചിലങ്കകൾ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൾ അവളുടെ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി. രാഗതാളങ്ങൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ താളപ്പിഴ അവിടെ ആരംഭിച്ചു. പിന്നെ എനിക്ക് വാശിയായിരുന്നു. സുന്ദരികളായ കലാകാരികളെ വശീകരിച്ച് ഞാൻ എൻ്റെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഓരോ രാത്രിയിലും അവരെൻ്റെ കിടക്കറ പങ്കിട്ടു. ഞാൻ എൻ്റെ ജീവിതത്തോട് തന്നെ പകരം വീട്ടുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഞാൻ സ്വയം നശിക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം കിട്ടിയപ്പോഴും സ്നേഹം എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. വ്യർത്ഥമായ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത എനിക്കപ്പോഴാ ബോധ്യമായത്. വാസു, ഹൃദയം നിറയെ സ്നേഹിക്കാൻ സർവ്വ ഐശ്വര്യങ്ങളുമായി ഹൃദയശുദ്ധിയുള്ള ഒരു ഭാര്യയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ആ സ്നേഹം മുഴുവൻ അനുഭവിച്ചറിയാൻ മഹാഭാഗ്യം ചെയ്തവനാ നീ. ഞാൻ മരിച്ചാൽ പോലും ആരും എനിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാനുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഒക്കെ എൻ്റെ കർമ്മഫല. ഇപ്പൊ എനിക്ക് വല്ലാത്ത മനസമാധാനവും സ്വസ്ഥതയും തോന്നുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വേദന പോലും സുഖകരമായൊരു നിർവൃതിയാണ് എനിക്ക്.